ഹായ് നമസ്കാരം, എൻ്റെ പേര് വിനോദ്. അറിഞ്ഞ കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയുള്ള യാത്ര, അറിവിൻ്റെ നിറകുടം തേടിയുള്ള യാത്ര, അറിവിൻ്റെ ഇന്ദ്രജാലത്തിലേക്കുള്ള യാത്ര, അറിവിൻ്റെ ആറാം ഇന്ദ്രിയത്തിലേക്കുള്ള യാത്ര. നമ്മുടെ സ്വന്തം ഓൺലൈൻ ചാനലായ സിക്സ്ത് സെൻസിലേക്ക് പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് റെയിൽവേ സോൺസ്. അപ്പോൾ നിങ്ങൾ മുന്നിൽ കാണുന്ന ഇന്ത്യയുടെ ഭൂപടം, അത് ഞാൻ ചെറുതായി വരച്ചിട്ടുണ്ട്. അതെന്താണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വയ്ക്കുക, ഇന്ത്യയിൽ ഇതുവരെ 17 റെയിൽവേ സോൺസ് ആയിരുന്നു. കൊൽക്കത്ത മെട്രോ അടക്കം 17 ആയിരുന്നു ഇതുവരെ. പക്ഷെ ഇപ്പോൾ വിശാഖപട്ടണം എന്നൊരു പുതിയ സോണും കൂടി നിലവിൽ വന്നതുകൊണ്ട് ഇന്ന് ആകെ 18 റെയിൽവേ സോൺസ് എവിടെയുണ്ട്, ഇന്ത്യയിലുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കി വയ്ക്കുക. ഓരോ സോണിൻ്റെ കീഴിലും ഒരുപാട് ഡിവിഷൻസും ആ ഡിവിഷൻ്റെ കീഴിൽ പല സ്റ്റേഷൻസും ഉണ്ട്. അത് നമുക്ക് വേണ്ട. 18 റെയിൽവേ സോൺസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഈ മാപ്പിലേക്ക് നോക്കുക. ഈ വര ഏറ്റവും മോൾ ഭാഗം നോർത്ത്, ഞാനിങ്ങനെ മാർക്ക് ചെയ്യുന്നുണ്ട്, നോർത്താക്കി എടുക്കുക. ഏറ്റവും താഴെ ഭാഗം, അത് നിങ്ങൾക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ട്, സൗത്ത്. താഴത്തെ ഈ ഭാഗം സൗത്താക്കി എടുക്കുക. ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഭാഗം വെസ്റ്റ് ആക്കി എടുക്കുക. വെസ്റ്റ് ആക്കി എടുക്കുകയല്ല, വെസ്റ്റ് തന്നെയാണ്. റൈറ്റ് സൈഡിലുള്ള ഈ ഭാഗം ഈസ്റ്റും. ഓക്കെ. ഇനി ഇൻഡു രൂപത്തിൽ ഒരു 2 ലൈനും കൂടി കാണാം, അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ഭാഗം നോർത്ത് അല്ലേ, ഈ ഭാഗം എന്താണ്, വെസ്റ്റ്. അപ്പോൾ ഈ ഭാഗം എന്തായിരിക്കും, നോർത്ത് വെസ്റ്റ് അല്ലേ. ഈ ഭാഗം നോർത്ത്, ഈ ഭാഗം ഈസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ സെൻട്രലുള്ള ഭാഗം എന്തായിരിക്കും, നോർത്ത് ഈസ്റ്റ്. ഈ ഭാഗം സൗത്ത്, ഈ ഭാഗം സൗത്ത്, ഈ ഭാഗം ഈസ്റ്റ്, അതായത് ഈസ്റ്റ്. അപ്പോൾ ഈ സെൻട്രലുള്ള ഈ ഭാഗം വരുന്നത് സൗത്ത് ഈസ്റ്റ്. ഈ ഭാഗം സൗത്ത്, ഈ ഭാഗം വെസ്റ്റ്. അപ്പോൾ ഈ ഭാഗം സൗത്ത് വെസ്റ്റ്. ഇനി 18 റെയിൽവേ സോൺസ് എങ്ങനെയാണെന്ന് നമുക്ക് ഈ മാപ്പിൽ നിന്നും മനസ്സിലാക്കാം. ആദ്യം നോർത്തേൺ സോൺ ഏതാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഏതാണ് നോർത്തേൺ സോൺ? അപ്പോൾ നോർത്ത് എന്നുള്ള ലൈൻ എങ്ങോട്ടോ പോയിരിക്കണം, ഇങ്ങനെ ഈ ഭാഗമല്ലേ നോർത്ത്. അപ്പോൾ ഈ ലൈനിനടുത്ത് വരുന്ന ഏതെങ്കിലും സ്ഥലമായിരിക്കും നോർത്തേൺ സോൺ, വടക്ക് ഭാഗത്തുള്ള സോൺ. അത് മനസ്സിലാക്കി വയ്ക്കുക. ഡൽഹി. ഏതാണ്? ഡൽഹിയിലെ ബറോഡ ഹൗസാണെന്ത്, നോർത്ത് സോൺ. അതാണ് ഡൽഹിയിലെ, അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് പഠിച്ചാൽ മതി, ബറോഡ ഹൗസ് ഒന്നും വേണ്ട, അത് ഞാൻ പറഞ്ഞത് മാത്രം. ഡൽഹിയിലെ ബറോഡ ഹൗസ്. അപ്പോൾ ഈ ഒരു ഭാഗം നോർത്തായാലോ. ജമ്മു കാശ്മീരിൻ്റെ മോൾ ഭാഗത്തേക്കൊന്നും അധികം ട്രെയിൻ ഓടുന്നില്ല, ഈ ഏകദേശം ഇതുവരെയൊക്കെ പോകുന്നുള്ളൂ. അതാണ് ഈ നോർത്ത്, ഈ ഡൽഹി ആവാൻ കാരണം. ഈ ഡൽഹി നോർത്താണെങ്കിൽ ഈ ഡൽഹി നോർത്ത്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ് എന്തായിരിക്കും, ഈ ലൈൻ നോക്കി നോക്ക്. ഇത് നോർത്ത്, ലെഫ്റ്റ് വെസ്റ്റ്. അപ്പോൾ ഈ വെസ്റ്റിൻ്റെയും ഈ നോർത്തിൻ്റെ ഇടയിൽ വരുന്ന ഈ ലൈൻ എന്തായിരിക്കും, നോർത്ത് വെസ്റ്റ് അല്ലേ. അപ്പോൾ നോർത്ത് ഡൽഹി ആണെങ്കിൽ നോർത്ത് വെസ്റ്റ് ഈ ഒരു ലൈൻ കടന്നു പോകുന്ന, അല്ലെങ്കിൽ അതിനടുത്തുള്ള ഏതെങ്കിലും ഒരു നഗരമായിരിക്കും. അപ്പോൾ നോർത്ത് വെസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. രാജസ്ഥാനിലെ ജയ്പൂർ. ഏതാണ്? നോർത്ത് വെസ്റ്റിനെ NW എന്ന് കൊടുക്കുന്നുണ്ട്. രാജസ്ഥാനിലെ ജയ്പൂരാണ് നോർത്ത് വെസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം. അത് നിങ്ങൾ നോർത്ത് ഡൽഹി ആകുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് എന്നുള്ളത് ലെഫ്റ്റ് വെസ്റ്റാണ്. അപ്പോൾ നോർത്തിൻ്റെ ലെഫ്റ്റ് നോർത്ത് വെസ്റ്റ്. നോർത്ത് വെസ്റ്റ് രാജസ്ഥാനിലെ, ഈ റോസാണ് രാജസ്ഥാൻ, രാജസ്ഥാനിലെ ജയ്പൂർ. അപ്പോൾ ഡൽഹി നോർത്തല്ലേ, കിട്ടി. ഈ ലൈൻ ഏതാ, ഈസ്റ്റ്. അപ്പോൾ ഈ ലൈനിൻ്റെ അടുത്ത് വരുന്ന ഭാഗമായിരിക്കും നോർത്ത് ഈസ്റ്റ്. നോർത്ത് ഈസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലൈനിൽ തന്നെ വരണമെന്നില്ല, ആ ലൈനിൻ്റെ അടുത്ത് വരുന്ന ഒരു പ്രദേശം. അപ്പോൾ ഈ ഭാഗം നോർത്ത് ഈസ്റ്റ് ആയിരിക്കും. അതാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം വരുന്ന സ്ഥലം. ഏതാ? ഗോരഖ്പൂർ. ഏതാണ്? അപ്പോൾ ഞാൻ നോർത്ത് ഈസ്റ്റോടെ മാർക്ക് ചെയ്യാണ്. നോർത്ത് ഈസ്റ്റ് ഏതാണ്? ഗോരഖ്പൂർ. അതേതാ? ഈ പച്ച സംസ്ഥാനം ഏതാ? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ
ഗോരഖ്പൂർ. അപ്പോൾ 3 സോണായല്ലോ. അപ്പോൾ നോർത്ത് ഡൽഹി ആകുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് നോർത്ത് വെസ്റ്റ് രാജസ്ഥാനിലെ ജയ്പൂർ. നോർത്ത് ഡൽഹി ആകുമ്പോൾ അതിൻ്റെ റൈറ്റ് ഏതാ നോർത്ത് ഈസ്റ്റ് ഏതാ ഗോരഖ്പൂർ. അപ്പോൾ ഈ നോർത്തിൻ്റെയും നോർത്ത് ഈസ്റ്റിൻ്റെയും ഇടയിൽ വരുന്ന ഭാഗം എന്തായിരിക്കും? നോർത്തിൻ്റെയും നോർത്ത് ഈസ്റ്റിൻ്റെയും ഇടയിൽ പറയുമ്പോൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ വരും അത്. ഇപ്പോൾ ഇവിടെ വന്നു വിചാരിക്കുക, ഞാൻ ഏകദേശം വരയ്ക്കുകയാണ്, മാപ്പ് കൃത്യമായി നോക്കി വരയ്ക്കാൻ ഉള്ള ഇത് കിട്ടുന്നില്ല. അപ്പോൾ നോർത്തിൻ്റെയും നോർത്ത് ഈസ്റ്റിൻ്റെയും ഇടയിൽ വരുന്ന ഭാഗമാണ് ഏത്? അതാ ഈ ഭാഗം. അപ്പോൾ അതാണ് നോർത്ത് ഈസ്റ്റ്, അതിനിടയിൽ വരുന്ന ഭാഗം നോർത്ത് സെൻട്രൽ. ചിലയിടത്ത് നോർത്ത് ഈസ്റ്റ് സെൻട്രൽ എന്ന് പറയുന്നുണ്ട്. ശരിയാണ്. ഇതാ നോർത്ത് ഈസ്റ്റ് അതിൻ്റെ സെൻട്രൽ, നോർത്ത് ഈസ്റ്റ് സെൻട്രൽ. നോർത്ത് സെൻട്രൽ എന്ന് പഠിച്ചാൽ മതി. ഏതാ നോർത്ത് സെൻട്രൽ? പണ്ടത് അലഹാബാദായിരുന്നു, ഇന്നതിൻ്റെ പേര് പ്രയാഗ് രാജ്. ഇത് വലിയ പണിയൊന്നുമില്ല, അത് നോക്കിയാൽ മതി. ഇപ്പോൾ നോർത്ത് ഡൽഹി, അതിൻ്റെ ലെഫ്റ്റ് നോർത്ത് വെസ്റ്റ് രാജസ്ഥാനിലെ ജയ്പൂർ. ഡൽഹിയുടെ ഏറ്റവും റൈറ്റ് നോർത്ത് ഈസ്റ്റ് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ. നോർത്തിൻ്റെയും നോർത്ത് ഈസ്റ്റിൻ്റെ ഇടഭാഗം സെൻട്രൽ ആയിരിക്കും, നടുക്കിലുള്ള ഭാഗം ഇടയിലുള്ള ഭാഗം സെൻട്രൽ ആയിരിക്കും. അപ്പോൾ നോർത്ത് സെൻട്രൽ ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജ്. ഇപ്പോൾ 4 സോൺ കഴിഞ്ഞു. ഇനി നിങ്ങൾ ഈ ഭാഗത്തേക്ക് വാ. ഈ ഭാഗം ഇത് ഏതായിരിക്കും ഭാഗം? ഈ ലൈൻ നോക്കിയാൽ മതി. ഈസ്റ്റ് ആലോചിക്കാനൊന്നുമില്ല. ഏറ്റവും ഈസ്റ്റുള്ള മെട്രോപൊളിറ്റൻ നഗരം നിങ്ങൾ ഓർത്താൽ മതി. ഏതാ? കൊൽക്കത്ത. ഏതാണ് ഏറ്റവും ഈസ്റ്റ് നിൽക്കുന്നത്? ഏതാ? കൊൽക്കത്തയിലെ ഫെയറി പ്ലേസ് എന്നാണ് പറയുക. അത് കൃത്യം പറയുമ്പോൾ ഇപ്പോൾ ഡൽഹിയിലെ ബറോഡ ഹൗസ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഈസ്റ്റ് പറയുമ്പോൾ കൊൽക്കത്ത എന്നാണ് ഓപ്ഷനിൽ വരിക. കൃത്യമായി പഠിക്കുമ്പോൾ കൊൽക്കത്തയിലെ ഫെയറി പ്ലേസ് എന്നൊക്കെ പറയും. ഇപ്പോൾ നോർത്ത് പഠിക്കുമ്പോൾ ബറോഡ ഹൗസാണ് ശരിക്ക്, അതിൻ്റെ ആസ്ഥാനത്തിൻ്റെ പേര് ബറോഡ ഹൗസ് എന്നാണ് ശരിക്കും പറയുക. അതുപോലെ ഈസ്റ്റേൺ റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം കൊൽക്കത്തയിലെ ഫെയറി പ്ലേസ് എന്ന് പറയും. അത് ഈസ്റ്റേൺ റെയിൽവേ, ഈസ്റ്റ് കൊൽക്കത്ത. അപ്പോൾ ഈ ഒരു ഭാഗം എന്തായിരിക്കും വരിക? ഈസ്റ്റ് കൊൽക്കത്തയാണെങ്കിൽ ഈ ഒരു ഭാഗം എന്തായിരിക്കും? ഈസ്റ്റിൻ്റെ സെൻട്രൽ. അതാണ് ബീഹാറിലെ ഹാജിപ്പൂർ. അപ്പോൾ ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം മഞ്ഞയാണ് ബീഹാർ. ഈ മഞ്ഞ ബീഹാറാണ്. അപ്പോൾ ബീഹാറിലെ ഹാജിപ്പൂരാണെന്ത്? ഈസ്റ്റ് സെൻട്രൽ. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി നോക്ക്. നോർത്ത് ഏതാ? ഡൽഹി അല്ലേ? നോർത്ത് ഡൽഹി ഇവിടെ ഉണ്ട്. ഇതാ അതിൻ്റെ ലെഫ്റ്റ് നോർത്ത് വെസ്റ്റ് രാജസ്ഥാനിലെ ജയ്പൂർ. ഡൽഹിയുടെ ഏറ്റവും റൈറ്റ് നോർത്ത് ഈസ്റ്റ് ഉത്തർപ്രദേശിൽ, ആ പച്ച ഉത്തർപ്രദേശ്, ഈ പച്ച മൊത്തം ഉത്തർപ്രദേശ് ഗോരഖ്പൂർ. ഡൽഹിയുടെയും ഗോരഖ്പൂരിൻ്റെ ഇടയിൽ എന്ന് വെച്ചാൽ നോർത്തിൻ്റെ ഈസ്റ്റിൻ്റെ നടുക്കിൽ നോർത്ത് ഈസ്റ്റ് സെൻട്രൽ അല്ലെങ്കിൽ നോർത്ത് സെൻട്രൽ പ്രയാഗ് രാജ്. പണ്ടതിന് അലഹാബാദ് എന്ന് വിളിച്ചിരുന്നു, ഇപ്പോൾ അതിൻ്റെ പേര് പ്രയാഗ് രാജ്. ഏറ്റവും ഈസ്റ്റ് കൊൽക്കത്ത. കൊൽക്കത്തയ്ക്കും ഈ നോർത്ത് ഈസ്റ്റിൻ്റെ ഇടയിൽ ഈസ്റ്റ് സെൻട്രൽ ഏതാ? ബീഹാറിലെ ഹാജിപ്പൂർ. ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ? ഇനി ഈസ്റ്റ്, ഈ സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നതും കൊൽക്കത്ത തന്നെയാണ്, പക്ഷേ ഫെയറി പ്ലേസ് അല്ല. കൊൽക്കത്തയിൽ ഡയമണ്ട് ഹാർബർ, ഈ കടലിനോട് ചേർന്ന് നടക്കുന്ന ഒരു ഭാഗമാണെന്ത്? സൗത്ത് ഈസ്റ്റ്. കൊൽക്കത്തയിലെ ഡയമണ്ട് ഹാർബർ. സൗത്ത് ഈസ്റ്റ് പറയുമ്പോൾ സൗത്ത് ഇതല്ലേ സൗത്ത്, അതിൻ്റെ ഈസ്റ്റിലോട്ട് നിൽക്കുന്ന, അങ്ങനെ തള്ളി നിൽക്കുന്ന ഭാഗം കൊൽക്കത്തയിലെ, അത് നിങ്ങൾ കാണുന്ന ഒരു മാപ്പിൽ പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാവില്ല. കൊൽക്കത്തയിലെ തന്നെ ഡയമണ്ട് ഹാർബർ എന്ന് പറയും. കൊൽക്കത്ത ഡയമണ്ട് ഹാർബർ. ഞാൻ ഇവിടെ എഴുതാം, സൗത്ത് ഈസ്റ്റ്. കൊൽക്കത്തയിലെ ഡയമണ്ട് ഹാർബർ. ഓക്കെ. അപ്പോൾ ഈസ്റ്റ് കൊൽക്കത്തയിലെ ഫെയറി പ്ലേസ്, രണ്ടും കൊൽക്കത്ത എന്ന് പഠിച്ചാൽ മതി, ഫെയറി പ്ലേസ് ഒന്നും വരില്ല. ഈസ്റ്റ് കൊൽക്കത്തയിലെ ഫെയറി പ്ലേസ്, സൗത്ത് ഈസ്റ്റ് എന്താ? കൊൽക്കത്തയിലെ ഡയമണ്ട് ഹാർബർ. ഡയമണ്ട് ഹാർബർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആദ്യം ടെലഗ്രാമൊക്കെ ബ്രിട്ടീഷ് ഭരണകാലത്ത് അയച്ച സ്ഥലമാണെന്ത്? ഡയമണ്ട് ഹാർബർ. ഇപ്പോൾ എത്ര സോണായി? ഡൽഹി 1, ജയ്പൂർ 2, പ്രയാഗ് രാജ് 3, ഗോരഖ്പൂർ 4, ഹജിപ്പൂർ 5, കൊൽക്കത്ത ഫെയറി പ്ലേസ് 6, കൊൽക്കത്ത ഡയമണ്ട് ഹാർബർ എന്താ? 7. ഓക്കെ. ഇനി അടുത്ത ഭാഗം പഠിക്കാം. അപ്പോൾ 18 എണ്ണത്തിൽ 7 സോണുകൾ ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എത്ര മാർക്ക് ചെയ്യാണ്ട്? ഇനി 11 സോണുണ്ട്. അതിൽ ഒരെണ്ണം കൊൽക്കത്ത മെട്രോ ആണ്. കൊൽക്കത്ത മെട്രോൻ്റെ ആസ്ഥാനം കൊൽക്കത്ത തന്നെ. അപ്പോൾ കൊൽക്കത്ത മെട്രോ, അത് ഈസ്റ്റ് കൊൽക്കത്ത ഫെയറി പ്ലേസ്, സൗത്ത് ഈസ്റ്റ് ഏതാ? കൊൽക്കത്ത ഡയമണ്ട് ഹാർബർ. ഇനി
സൗത്തിലോട്ട് പോരും. സദേൺ സോണിൻ്റെ ആസ്ഥാനം നിങ്ങൾക്കറിയാം ഏതായിരിക്കും? ചെന്നൈ. അതിൽ സംശയമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമാണ്. ഞാൻ ഡാർക്കാക്കി സദേൺ സോൺ, അത് ഞാൻ ഇവിടെ എഴുതുന്നു. സൗത്ത് ഏതാ? തമിഴ്നാട്ടിലെ ചെന്നൈ. ഈ ഒരു തവിട്ട് നിറത്തിലുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. ഓക്കെ, അപ്പം ചെന്നൈ. അപ്പോൾ നോക്ക്, ഈസ്റ്റ് കൊൽക്കത്ത അല്ലേ, ഇതല്ലേ കൊൽക്കത്ത? ഈസ്റ്റ് കൊൽക്കത്ത. സൗത്ത് ഏതാ? ചെന്നൈ. അപ്പോൾ ഈ ഒരു ഭാഗം എന്ത് വരും? സൗത്ത് ഈസ്റ്റ് സെൻട്രലായിട്ട് പരിഗണിക്കേണ്ടി വരും അല്ലേ? ഇത് സൗത്ത് ഈസ്റ്റ് കൊൽക്കത്ത, സൗത്ത് ചെന്നൈ. ഇതെന്തായിരിക്കും? സൗത്ത് ഈസ്റ്റ് സെൻട്രൽ. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ. അതേതാ? ഛത്തീസ്ഗഡ്. ഈ പച്ചയാണ് ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിൽ വരുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ബിലാസ്പൂർ. അതാണ് ഛത്തീസ്ഗഡിലെ മാപ്പ് നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കണം. അപ്പം തന്നെ അവരുടെ ഓപ്ഷൻ പൊളിക്കാൻ പറ്റും. നമുക്ക് ആ മാപ്പിൻ്റെ ഓരോ സംസ്ഥാനങ്ങളുടെയും ഭാഗം മനസ്സിലാക്കിയാൽ തന്നെ ഇത് ഏത് ഡയറക്ഷനിലേക്കാണ് വരുന്നത് എന്നുള്ളത് സംസ്ഥാനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഓപ്ഷനിൽ നിന്നും ഔട്ടാക്കി ഒന്നാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സൗത്ത് ഈസ്റ്റ് സെൻട്രലിൻ്റെ ആസ്ഥാനം ഏതാ? ബിലാസ്പൂർ. ഓക്കെ, അപ്പോൾ സൗത്ത് ചെന്നൈയാ പറഞ്ഞു, ഇത് ചെന്നൈ അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് കയറി വാ. ഇതല്ലേ, ഈ ഒരു ലൈനാണ് സൗത്തിലേക്ക് വരുന്ന ലൈൻ, ഈ ഒരു ലൈനാണ്. അപ്പോൾ ഈ തെലങ്കാനയ്ക്ക് വരാം. അപ്പോൾ ഇതെന്തായിരിക്കും? ഇവിടെ സൗത്ത് സെൻട്രൽ. ഏതാണ്? സൗത്ത് സെൻട്രൽ ഏതായിരിക്കും? സെക്കൻഡറാബാദ്. ഏതാണ്? സൗത്ത് സെൻട്രൽ അല്ലേ? സൗത്തിൻ്റെ നടുക്ക് ഏതാ? സൗത്ത് സെൻട്രൽ. ഈ ലൈനിൻ്റെ ഏകദേശം ഒരു നടുക്ക് ഭാഗം അങ്ങനെ എടുത്തിരിക്കുന്നത്. സൗത്ത് സെൻട്രൽ ഏതാ? സെക്കന്ദറാബാദ്. നിങ്ങൾ ഒപ്പം തന്നെ ഒരു ഇന്ത്യയുടെ ഔട്ട്ലൈൻ വാങ്ങിച്ച് ഇത് കാണുന്നതിൻ്റെ ഒപ്പം തന്നെ ചെയ്യണം. കാണുന്നതിൻ്റെ ഒപ്പം ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഒരു തവണ അത് വാങ്ങിച്ച ശേഷം ഒന്നും കൂടി കേൾക്കുക. അപ്പോൾ സൗത്ത് സെൻട്രൽ ഏതാ? സെക്കന്ദറാബാദ്. ഓക്കെ, അപ്പോൾ സൗത്തിൻ്റെ നടുക്ക് സൗത്ത് സെൻട്രൽ. ഓക്കെ, അപ്പോൾ സൗത്ത് ചെന്നൈയാന്ന് മനസ്സിലായല്ലോ. സൗത്തിൻ്റെ ലെഫ്റ്റിന് എന്താ വിളിക്കുക? ദൈ വരാം, സൗത്ത് വെസ്റ്റ്. അപ്പോൾ ഈ ലൈൻ വരുന്നതിൻ്റെ തൊട്ടടുത്തായിരിക്കും അത്. അപ്പോൾ സൗത്ത് വെസ്റ്റ് അടുത്ത സോൺ. സൗത്ത് വെസ്റ്റ് ഏതാണ്? സൗത്ത് വെസ്റ്റിൽ വരുന്ന സോൺ എന്ന് ചോദിച്ചാൽ കർണാടകത്തിലെ വരുന്നൊരു സ്ഥലമുണ്ട്. അതിനെ കന്നഡ ഭാഷയിൽ അതിൻ്റെ പേര് ഹുബ്ബള്ളി എന്നാണ്. ഇംഗ്ലീഷ് ഭാഷയിൽ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ പേര് ഹുബ്ലി. അതാണ് ഹുബ്ബള്ളി അഥവാ ഹുബ്ലി. അതാണെന്ത്? സൗത്ത് വെസ്റ്റ്. അപ്പോൾ നമ്മൾ 7 തുടക്കമേ പഠിച്ചു. 8ാമതായിട്ട് നമ്മൾ പഠിച്ചത് അപ്പോൾ ഏതാ? സൗത്ത് ചെന്നൈ. 9ാമതായിട്ട് സൗത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും സെൻട്രൽ, സൗത്ത് ഈസ്റ്റ് സെൻട്രൽ ബിലാസ്പൂർ. 10ാമത്തെ നമ്മൾ പഠിച്ചത് സൗത്ത് സെൻട്രൽ തെലങ്കാനയിൽ, ഈ റോസാണ് തെലങ്കാന, തെലങ്കാനയിലെ സെക്കൻഡറാബാദ്. അപ്പോൾ 7 കഴിഞ്ഞു, 8, 9, 10. 11ാമത് പഠിച്ചത് സൗത്ത് വെസ്റ്റ് ഏതാ? ഹുബ്ബള്ളി. പിന്നെ കൊൽക്കത്ത മെട്രോ എന്ന് പഠിച്ചിട്ടുണ്ട്, അത് കൊൽക്കത്ത മെട്രോയുടെ കൊൽക്കത്ത തന്നെ. അപ്പോൾ 12. ഇനി 13ാമത്തെ സോണ് വെസ്റ്റേൺ റെയിൽവേ. ഏതാണ്? വെസ്റ്റേൺ റെയിൽവേ. വെസ്റ്റ് പറയുമ്പോൾ ഈ ഒരു കറക്റ്റ് ഈ ലൈനിലേക്ക് വരണമെന്നില്ല, അതിനോട് അടുത്ത് കിടക്കുന്ന ഏതെങ്കിലും സ്ഥലം. വെസ്റ്റേൺ റെയിൽവേ അത് ഏകദേശം ഗുജറാത്തിൽ തന്നെ വരണമെന്നൊന്നുമില്ല. വെസ്റ്റേൺ റെയിൽവേ ഈ ഭാഗത്തേക്ക് വരും, ലെഫ്റ്റിലേക്ക് വന്നാൽ മതി. ബോംബെയിലെ അല്ലെങ്കിൽ മുംബൈയിലെ ചർച്ച് ഗേറ്റ്. ഏതാണ്? വെസ്റ്റേൺ റെയിൽവേ. അത് മുംബൈയിലെ ചർച്ച് ഗേറ്റ്. ചർച്ച് ഗേറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടു ഞാൻ മിഴികളിൽ നിന്നുള്ള പാട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ അഭിമന്യുവിൽ പ്രാവൊക്കെ പറന്നു പോണത് ചർച്ച് ഗേറ്റിന് മുന്നിൽ കൂടിയാണ്. അപ്പോൾ മുംബൈയിലെ ചർച്ച് ഗേറ്റ് അതാണ് വെസ്റ്റ്. ഓക്കെ, വെസ്റ്റ് സെൻട്രൽ എന്ന് വെച്ചാൽ വെസ്റ്റിൻ്റെ നടുക്ക് എന്ന് വെച്ചാൽ ഈ വരകളെല്ലാം കൂടി കൂട്ടിമുട്ടുന്ന ഭാഗത്തേക്ക് പോകും. വെസ്റ്റിൻ്റെ സെൻട്രൽ. അത് ഇപ്പോൾ വെസ്റ്റ് നമ്മൾ മുംബൈ ചർച്ച് ഗേറ്റ് പഠിച്ചു. മുംബൈയിൽ വെസ്റ്റ് മാത്രമൊന്നുമില്ല, ആദ്യമായിട്ട് ട്രെയിൻ ഓടിയ നഗരം ബോംബെ ടു താനെയാണ്. അപ്പോൾ സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനവും ഏതന്നെയാണ്? മുംബൈയാണ്. സെൻട്രൽ റെയിൽവേ ആദ്യമായിട്ട് ട്രെയിൻ ഓടിയത് ബോംബെ ടു താനെ ആയ കാരണം ഇന്ത്യയുടെ നടുക്കിലുള്ള റെയിൽവേകളെ കൂടുതലും സോൺ തിരിച്ചപ്പോൾ ബോംബെയിലാണ് പെട്ടിരിക്കുന്നത്. അത് മുംബൈയിൽ ചർച്ച് ഗേറ്റ് അല്ല, സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ
CST അഥവാ CSMT എന്ന് പറയാം. CSMT എന്ന് പറഞ്ഞാൽ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനൽ. CSMT എന്ന് ഉപയോഗിക്കാറില്ല, CST എന്നാണ് കൂടുതൽ ഉപയോഗിക്കാറ്. ശരിക്കും അതിൻ്റെ പേര് CSMT എന്നാണ്, ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനൽ. അതാണ് സെൻട്രൽ. അത് മാപ്പ് നോക്കുമ്പോൾ സെൻട്രലായിട്ട് വരണം എന്നല്ല. ആദ്യമായി ട്രെയിൻ ഓടിയത് ബോംബെയാണ്. അപ്പോൾ സെൻട്രൽ റെയിൽവേ ആസ്ഥാനം മുംബൈ CSMT. അപ്പോൾ വെസ്റ്റേൺ റെയിൽവേ ഏതാ? ബോംബെയിലെ ചർച്ച് ഗേറ്റ്. ഇനി വെസ്റ്റ് സെൻട്രൽ, ഇതല്ലേ വെസ്റ്റ്, വെസ്റ്റിൻ്റെ സെൻട്രൽ, അത് ഈ ഭാഗത്തേക്ക് പോകും, ഈ റൈറ്റിലേക്ക് പോകും. വെസ്റ്റിൻ്റെ സെൻട്രൽ അത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏകദേശം എന്താ ഈ ഭാഗത്ത് അങ്ങോട്ട് വരും. സെൻട്രൽ റെയിൽവേ ഏതാ പറഞ്ഞത്? മുംബൈയിലെ CSMT, അത് ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, സെൻട്രൽ റെയിൽവേ. ഇനി വെസ്റ്റിൻ്റെ സെൻട്രൽ അതാണ് വെസ്റ്റ് സെൻട്രൽ. അതേതാണെന്ന് ചോദിച്ചാൽ അത് ഇവിടേക്ക് വരും, ഏറ്റവും മധ്യത്തിലേക്ക് പോയി. അത് മധ്യപ്രദേശിലെ ജബൽപൂർ. വെസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനമാണ് മധ്യപ്രദേശിലെ ജബൽപൂർ. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ പഠിച്ചത് സൗത്ത് ചെന്നൈയാണ്. അത് നമുക്ക് കാണുമ്പോൾ പറയാം ഏറ്റവും താഴേക്ക് ചെന്നൈ. ഈസ്റ്റ് കൊൽക്കത്ത നേരത്തെ പറഞ്ഞു. അപ്പോൾ സൗത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും സെൻട്രൽ, സൗത്തിൻ്റെ ഈസ്റ്റിൻ്റെയും സെൻട്രൽ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ ബിലാസ്പൂർ. പിന്നെ സൗത്തിൻ്റെ സെൻട്രൽ സൗത്തിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് എടുത്ത് ആ വരയുടെ സെൻട്രലിലേക്ക് വരും. തെലങ്കാനയിലെ സെക്കൻഡറാബാദ്. സൗത്ത് വെസ്റ്റ് എന്ന് വെച്ചാൽ സൗത്തിൻ്റെ ലെഫ്റ്റല്ലേ വെസ്റ്റ്, ഈ ലൈനിലേക്ക് വരും സൗത്ത് വെസ്റ്റ്. ഹുബ്ബള്ളി, കർണാടകത്തിലെ ഹുബ്ബള്ളി അഥവാ ഹുബ്ലി. പിന്നെ സെൻട്രൽ ഞാൻ പറഞ്ഞു ആദ്യമായി ട്രെയിൻ ഓടിയത് ബോംബെ ആകുമ്പോൾ സെൻട്രൽ റെയിൽവേ മുംബൈ CSMT ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനൽ. വെസ്റ്റ് മുംബൈ ചർച്ച് ഗേറ്റ്. ഞാൻ സിനിമയിലുണ്ട്, പിന്നെ അഭിമന്യു കുറേ സിനിമകളിൽ പ്രാവങ്ങനെ പറഞ്ഞു പോകുന്ന സീനുണ്ട്, ബോംബെ ഒരു കവാടത്തിന് മുന്നിൽ കൂടെ. അതാണ് ചർച്ച് ഗേറ്റ്, മുംബൈ ചർച്ച് ഗേറ്റ്. വെസ്റ്റ് സെൻട്രൽ ഏതാ? മധ്യപ്രദേശിലെ ജബൽപൂർ. അപ്പോൾ 7 കഴിഞ്ഞ് 8, 9, 10, 11, 12, 13, 14 സോണായി. ഇനി 15ാമത്തെ സോണ് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ. നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ സപ്ത സഹോദരിമാരിലേക്ക് പോയി, ഇതല്ലേ നോർത്ത് ഈസ്റ്റ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് സെൻട്രൽ. അപ്പം നോർത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം. നോർത്ത് ഈസ്റ്റ് പറഞ്ഞാൽ എന്താ? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ അഥവാ സപ്ത സഹോദരിമാർ. നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ എന്ന് വെച്ചാൽ അതിർത്തി റെയിൽവേ, നോർത്ത് ഈസ്റ്റിൻ്റെ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന റെയിൽവേയുടെ ആസ്ഥാനം. ഈ സംസ്ഥാനങ്ങളെയല്ലേ നോർത്ത് ഈസ്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായി വരുന്ന സോണാണ് നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ. അതേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുവാഹട്ടി, ആസാമിലെ ഗുവാഹട്ടിയിലെ മാലിഗാവോൺ എന്ന് പറയും. ഇതല്ലേ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ ഇതല്ലേ. അപ്പോൾ അതിൽ നോർത്ത് ഈസ്റ്റിൽ വരുന്ന ഏറ്റവും വലിയ സിറ്റി ഏതാ? ഗുവാഹട്ടിയാണ്. നിങ്ങൾക്ക് ഓർത്താൽ കിട്ടും, ISL ഫുട്ബോൾ കളി കാണുമ്പോൾ അവിടെ അവരുടെ സ്റ്റേഡിയം, നോർത്ത് ഈസ്റ്റിൻ്റെ സ്റ്റേഡിയം ഗുവാഹട്ടി. അപ്പോൾ അവിടുത്തെ വലിയ സിറ്റിയാണ് ഗുവാഹട്ടി. അപ്പോൾ നോർത്ത് ഈസ്റ്റ് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ഫ്രണ്ടിയർ, അവിടുത്തെ അതിർത്തി റെയിൽവേ ഏതാണെന്ന് ചോദിച്ചാൽ ഗുവാഹട്ടിയിലെ, കൃത്യമായി പറഞ്ഞാൽ ഗുവാഹട്ടിയിലെ മാലിഗാവ് എന്ന് പറയും. അതാണ് ഒരു ചെറിയ സ്ഥലമാണിത്, ഗുവാഹട്ടിയിലെ മാലിഗാവ്, ഗുവാഹട്ടിയിലെ മാലിഗാവ്. ഓക്കെ. അപ്പോൾ 7 കഴിഞ്ഞ് ഇപ്പോൾ എത്ര എണ്ണമായി? 8, 9, 10, 11, 12, 13, 14, 15 എണ്ണമായി. കൊൽക്കത്ത മെട്രോ അടക്കം എത്ര എണ്ണം വന്നു? 16 എണ്ണം വന്നു. കൊൽക്കത്ത മെട്രോ നമ്മൾ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കൊൽക്കത്ത മെട്രോൻ്റെ ആസ്ഥാനം കൊൽക്കത്ത തന്നെ. അപ്പോൾ മൊത്തം 16 എണ്ണം വന്നു. ഇനി 2 എണ്ണം കൂടി കാണണം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചപ്പോൾ സൗത്ത് ചെന്നൈ ആണെന്ന് പഠിച്ചു. സൗത്തിൻ്റെയും ഈസ്റ്റിൻ്റെയും നടുക്ക്, അതാണ് സൗത്ത് ഈസ്റ്റ് സെൻട്രൽ. അതിൻ്റെ രണ്ടും നടുക്ക് ബിലാസ്പൂർ. സൗത്ത് നിന്ന് കുറച്ച് മുകളിലേക്ക് പോയാൽ സൗത്തിൻ്റെ തന്നെ സെൻട്രലായി തെലങ്കാനയിലെ സെക്കൻഡറാബാദ്. സൗത്ത് നിന്ന് ലെഫ്റ്റിലേക്ക് വന്നാൽ സൗത്ത് വെസ്റ്റായി കർണാടകത്തിലെ ഹുബ്ബള്ളി. സെൻട്രൽ മുംബൈ CSMT. വെസ്റ്റ് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ വെസ്റ്റ് മുംബൈ. വെസ്റ്റ് സെൻട്രൽ ഏതാ? മധ്യപ്രദേശിലെ ജബൽപൂർ. അപ്പോൾ ഇപ്പോൾ കൊൽക്കത്ത മെട്രോ അടക്കം എത്ര എണ്ണം വന്നു? 16 എണ്ണം വന്നു. ഇനി 2 എണ്ണം തീരദേശ റെയിൽവേയുടെ ആസ്ഥാനങ്ങളാണ്. തീരദേശ റെയിൽവേ പറഞ്ഞാൽ ഇവിടെ ഏകദേശം തീരത്ത് മൊത്തം സോൺ കഴിഞ്ഞു. കാരണം മുംബൈ ചർച്ച് ഗേറ്റ് തീരത്താണ് വരുന്നത്. ഈ മുംബൈ CSMT അതും കുറച്ച് തീരത്തേക്ക്, ഞാൻ വരച്ചപ്പോൾ കയറ്റി വരച്ചെന്നുള്ളൂ. മുംബൈ CSMT എന്ന് പറയുന്ന ഈ സ്ഥലവും വരുന്നത് മുംബൈ കംപ്ലീറ്റ് തന്നെ തീരത്തോട്ട് വരുന്നത്. പിന്നെ ഹുബ്ബള്ളി ഏകദേശം തീരത്തിനോട് അടുത്തേക്ക് വന്നു, എല്ലാം വന്നു. തീരം കൂടുതൽ ഇവിടെ അറബിക്കടലിൽ എത്ര ഉണ്ട്? അതിനേക്കാൾ കൂടുതലാണെന്ത് നീളം നോക്കി നോക്ക്. ബേ ഓഫ് ബംഗാളിൻ്റെ നീളമാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ 2 തീരദേശ റെയിൽവേ സോണുകൾ ബേ ഓഫ് ബംഗാളിൻ്റെ ഭാഗത്തുണ്ട്. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ. ഇതാണ് 2 കോസ്റ്റ്. ഇതിപ്പോൾ ബേ ഓഫ് ബംഗാളിൻ്റെ ഭാഗമല്ലേ. ഈ വര മുതൽ ഈ വര മുകളിലത്തെ വര വരെ ആ കടൽ തീരത്തിൻ്റെ ഒരു കോസ്റ്റ്. പിന്നെ ഈ വരയ്ക്ക് താഴെയുള്ള മൊത്തം തീരത്തിൻ്റെ ഒരു കോസ്റ്റ്. അപ്പോൾ ഇത് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ. ഈസ്റ്റ് കോസ്റ്റ് വിജയം എന്നൊക്കെ കേട്ടില്ല, അതുപോലെ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ.
ഇത് ഈസ്റ്റ് ആണെങ്കിൽ ഇത് ഏറ്റവും താഴേക്ക് വന്നില്ലേ, സൗത്ത് കോസ്റ്റ് റെയിൽവേ. അത് രണ്ടും തീരത്തുള്ള രണ്ട് പട്ടണങ്ങളാണ്. സൗത്ത് കോസ്റ്റ് റെയിൽവേ ഏതാണെന്നുള്ളത് തീരം ആന്ധ്രാപ്രദേശാണ് അവിടെ വരുന്നത്. ആന്ധ്രാപ്രദേശിൽ തീരത്തുള്ള പട്ടണം ഏതാണെന്നുള്ളത് സൗത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്കുള്ള കോസ്റ്റിലൂടെ പോകുന്ന. തമിഴ്നാട്ടിലൊന്നും ട്രെയിൻ കൂടുതലും കോസ്റ്റിലൂടെ പോകുന്നില്ല. ആന്ധ്രയിലാണ് ഈ ട്രെയിൻ എന്ത് ചെയ്യുന്നത്, കൂടുതലും തീരത്ത് കൂടെയുള്ള യാത്ര ആന്ധ്രയിലാണ്, കടൽ തീരത്ത് കൂടെ. അപ്പോൾ സൗത്ത് കോസ്റ്റ് പറയുമ്പോൾ താഴെയുള്ള റെയിൽവേ ലൈനുകളിൽ തീരത്ത് കൂടെ പോകുന്ന റെയിൽവേയുടെ സോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ. അത് ആന്ധ്രാപ്രദേശിലെ പ്രസിദ്ധമായ പട്ടണം. അത് ഏകദേശം ഈ ഭാഗത്ത് ഇങ്ങനെ വരും. അത് ഞാനിങ്ങനെ നിട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സൗത്ത് കോസ്റ്റ് റെയിൽവേ ഏതാ, വിസാഖ് എന്ന് ഇംഗ്ലീഷിൽ പറയും, മലയാളത്തിൽ പറയുമ്പോൾ വിശാഖപട്ടണം എന്ന് മലയാളത്തിൽ പറയും. അവരുടെ ഭാഷയിലൊക്കെ അങ്ങനെ പറയും. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ വിസാഖ്. സൗത്ത് കോസ്റ്റ്. അപ്പോൾ വിശാഖപട്ടണം എന്ന സ്ഥലം കടൽ തീരത്ത് കിടക്കുന്ന ഒരു നഗരമാണ്. അപ്പോൾ സൗത്ത് കോസ്റ്റ് എന്ന് വെച്ചാൽ തീരം. ആന്ധ്രയിലെ തീരത്ത് കൂടെ പോകുന്ന റെയിൽവേ ലൈനുകൾ അടങ്ങുന്ന സോൺ ഏതാണെന്ന് ചോദിച്ചാൽ സൗത്ത് കോസ്റ്റ് വിശാഖപട്ടണം. അപ്പോൾ ഈസ്റ്റ് കോസ്റ്റ് ഏതായിരിക്കും? ഇത് ഈസ്റ്റ് അല്ലേ, റൈറ്റിലോട്ട് വന്നു. ഈസ്റ്റ് കോസ്റ്റ്, ഈസ്റ്റിലേക്കുള്ള കോസ്റ്റിൻ്റെ തീരത്തിലൂടെ പോകുന്ന റെയിൽവേ ലൈൻ അടങ്ങുന്ന സോൺ ഏതിൻ്റെയെന്ന് ചോദിക്കുന്നത് ഈസ്റ്റ് കോസ്റ്റ്. അപ്പോൾ അത് ഒഡീഷയാണ് ഇവിടെ വരുന്നത്. ആന്ധ്ര ഇവിടെ വന്നാൽ ഈ ഒരു ഓറഞ്ച് കളർ നിൽക്കുന്നത് ഏതാ, ഒഡീഷ. ബംഗാളിലേക്ക് ഇനി വരാൻ സാധ്യതയില്ല. കാരണം ബംഗാളിൽ 3 സോണുകളാണ്. ഒന്ന് കൊൽക്കത്ത ഫെയറി പ്ലേസ്, കൊൽക്കത്ത ഡയമണ്ട് ഹാർബർ, കൊൽക്കത്ത മെട്രോ. ഇനി ഒരു ഈസ്റ്റ് കോസ്റ്റിൻ്റെ സോൺ വരികയാണെങ്കിൽ ബംഗാളിലേക്ക് വരില്ല. ഇനി ഒഡീഷയാണ് അവിടെ ബാക്കി ഇനി പറയാനുള്ള ഒറ്റ കടൽ തീരമുള്ള സ്ഥലം. അത് സിമ്പിളായിട്ട് അങ്ങനെ പറയാം. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ ഏതാണ്? ഞാൻ ബി നിട്ടാൽ പിന്നെ ഉത്തരം കിട്ടിയിരിക്കണം. ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം ഏതാ? 18ാമത്തെ സോൺ ഭുവനേശ്വർ അല്ലേ, ഭുവനേശ്വർ. അപ്പോൾ നമ്മൾ എത്ര എണ്ണം പഠിച്ചു? 18 എണ്ണം ആകെ പഠിച്ചു. ഇത് നിങ്ങൾ ആദ്യം ഒന്ന് കാണുക. പിന്നെ നിങ്ങൾ ഇവിടെ ഔട്ട്ലൈൻ്റെ ഇന്ത്യയുടെ മാപ്പ് വാങ്ങിച്ചിട്ട് അതിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്താൽ മതി. ഇതിലാകെ കൺഫ്യൂഷൻ വരാനുള്ളത് സെൻട്രലാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ട്രെയിൻ ആദ്യം ഓടി തുടങ്ങിയത് ബോംബെ എന്നാണ്. അങ്ങനെയാണ് സെൻട്രൽ റെയിൽവേ മുംബൈ CSMT ആയി മാറുന്നത്. പിന്നെ സൗത്ത് ഈസ്റ്റ്, അത് മാപ്പിൽ നിന്ന് വ്യക്തമാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കൊൽക്കത്ത ഡയമണ്ട് ഹാർബർ എന്ന് വെച്ചാൽ സൗത്തിലെ പ്രദേശങ്ങളിൽ തള്ളി നിൽക്കുന്നത് ഇങ്ങോട്ടാണ്. അതാണ് സൗത്ത് ഈസ്റ്റ് കൊൽക്കത്ത ഡയമണ്ട് ഹാർബർ. ഈസ്റ്റ് കൊൽക്കത്ത, ഈസ്റ്റ് മീൻ അറിയാം, ഫെയറി പ്ലേസ്. പിന്നെ നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ എന്ന് വെച്ചാൽ നോർത്ത് ഈസ്റ്റ് എന്ന് വെച്ചാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ പോകുന്ന റെയിൽവേയുടെ സോണാണ്. ഏതാ? അത് ഗുവാഹട്ടിയിലെ മാലിഗാവ്. അത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ നഗരം ഏതാ? ഗുവാഹട്ടിയാണ്. അപ്പോൾ അങ്ങനെ അത് വരും. അപ്പോൾ നോർത്ത് ഡൽഹി, നോർത്ത് വെസ്റ്റ് രാജസ്ഥാനിലെ ജയ്പൂർ, നോർത്ത് ഈസ്റ്റ് ഗോരഖ്പൂർ, നോർത്ത് സെൻട്രൽ ഉത്തർപ്രദേശിലെ അലഹാബാദ്, ഈസ്റ്റ് കൊൽക്കത്ത, ഈസ്റ്റ് സെൻട്രൽ ബീഹാറിലെ ഹജിപൂർ, സൗത്ത് ഈസ്റ്റ് ഏതാ? കൊൽക്കത്ത ഡയമണ്ട് ഹാർബർ. ഓക്കെ. സൗത്ത് ഏതാ? ചെന്നൈ. സൗത്ത് ഈസ്റ്റ് സെൻട്രൽ ഏതാ? ഛത്തീസ്ഗഡിലെ ബിലാസ്പൂർ. സൗത്ത് സെൻട്രൽ ഏതാ? തെലങ്കാനയിലെ സെക്കൻഡറാബാദ്. സൗത്ത് വെസ്റ്റ് കർണാടകത്തിലെ ഹുബ്ബള്ളി. സെൻട്രൽ മുംബൈ. വെസ്റ്റ് മുംബൈ ചർച്ച് ഗേറ്റ്. വെസ്റ്റിൻ്റെ സെൻട്രൽ മധ്യപ്രദേശിലെ ജബൽപൂർ. ഈസ്റ്റ് കോസ്റ്റ് ഒഡീഷയിലെ കടൽ തീരം ഏതാ? ഭുവനേശ്വർ. സൗത്ത് കോസ്റ്റ് ആന്ധ്രയുടെ കടൽ തീരം വിശാഖപട്ടണം. അത് കടൽ തീരത്തുള്ള പട്ടണങ്ങളാണ് വിശാഖപട്ടണം, ഭുവനേശ്വരം. പിന്നെ നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ വരുന്നത് ഏതാ? ആസാമിലെ ഗുവാഹട്ടിയിലെ മാലിഗാവ്. പിന്നെ കൊൽക്കത്ത മെട്രോ, അത് കൊൽക്കത്ത തന്നെ. അങ്ങനെ ആകെ 18 സോണുകൾ വരച്ച് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ക്ലാസ് കണ്ടു എന്ന് മനസ്സിലായി. ക്ലാസ്സിനൊപ്പം നിങ്ങൾ നോട്ട് എഴുതിയെടുക്കണം. അത് ഒരുമിച്ച് ലെക്ചർ നോട്ട് തന്നെ എഴുതിയാൽ മതി. ഒരു തവണ കേൾക്കുക, പിന്നെ ഒരു തവണയും കൂടി മുന്നിലേക്ക് അടിച്ചിട്ട് എന്ത് ചെയ്യുക? നോട്ട് എഴുതിയെടുക്കുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇവിടെ തീർന്നെന്ന് അർത്ഥമില്ല. കാരണം ഇതൊക്കെ ഒരു വലിയ വലിയ ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ 1 മണിക്കൂർ മുഴുവനായി ക്ലാസ് ഇട്ട് കഴിഞ്ഞാൽ ബോറടിക്കും. കണ്ടിന്യൂസ് ആയി കാണാൻ കഴിയണം, എന്നാലാണ് ആ ക്ലാസ്സിന് അതിൻ്റെ എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ 20 മിനിറ്റ് അരമണിക്കൂറൊക്കെ മാക്സിമം ഞങ്ങളെ കൊണ്ട് ഇടാൻ സാധിക്കൂ. അത് നിങ്ങൾക്കും കൂടി, നിങ്ങളുടെ ബ്രെയിനിനും കൂടി ഒരു ഉത്തേജനം തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് ഞങ്ങൾ വീണ്ടും വീണ്ടും ക്ലാസ് ഇതിൻ്റെ ബാക്കി അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങൾക്ക് വേണ്ടത്. പിന്തുണയില്ലാതെ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ പിന്തുണ മാത്രം ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അത് ഊർജ്ജമായി ഞങ്ങൾ കണക്കാക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഈ വിലയേറിയ സമയം ഞങ്ങളുടെ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതിൽ ഞങ്ങൾക്ക് അത്രയും പറഞ്ഞ് തീരാത്തത്ര നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.